ഓണമെത്താൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് പച്ചക്കറി വിലയിൽ വർധന. പച്ചക്കറികളുടെ ചില്ലറ വിൽപ്പന വിലയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് കുറഞ്ഞതും ഓണക്കാലത്ത് ആവശ്യം കൂടിയതുമാണ് കാരണം. അടുത്തിരിക്കെ പച്ചക്കറി വില കൂടുകയാണ്. ദിവസങ്ങൾക്കുള്ളിലാണ് പ്രധാന പച്ചക്കറികളുടെയെല്ലാം വില കുതിച്ചുയരുന്നത്. ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും കിലോഗ്രാമിന് 200 രൂപ കടന്നു. ചിപ്സ് നിർമ്മാണം സജീവമായതോടെ ഏത്തക്കയുടെ വിലയും കൂടി. കഴിഞ്ഞ 10 ദിവസത്തിനിടെ ഏത്തക്കയ്ക്ക് മാത്രം 15 രൂപയാണ് കൂടിയത്. നിലവിൽ തക്കാളിയുടെ വിലയിൽ മാത്രമാണ് ആശ്വാസം. വില കുറവുണ്ടായതാണ്, ഇപ്പൊ കൂടിയതാണ്. ഇഞ്ചി കുറവാണ്, അതിനെക്കൊണ്ട് ഇഞ്ചിക്ക് വില കൂടി. ബാക്കിയുള്ള മാക്സിമം പച്ചക്കറികളൊക്കെ 60 റുപ്യ, അര കിലോ 40, കിലോ 60, കിലോ 50 പച്ചക്കറി, കിലോ 40. ഇപ്പോൾ ക്യാരറ്റും ബീറ്റ്റൂട്ടിന് കുറച്ച് കൂടിക്കുന്നു. അത് സാധാരണ 40 റുപ്യ വിൽക്കല്. ഇപ്പോൾ രസം വില കൂടിയതിനെ കൊണ്ട് ഇപ്പോൾ ഒരു 60 റുപ്യ എത്തിക്കുന്നു. ഇനിയിപ്പോൾ ഓണയിൽ കുറയോന്നറിയില്ല, കൂടോന്നറിയില്ല. വെണ്ടക്ക 50, 60, കൊത്തവര പോലെ 40, 60. പിന്നെ കൈപ്പയ്ക്ക് വില കുറവുണ്ട്. വലിയ കൈപ്പയ്ക്ക് വില കൂടുതലാണ്. ഓണത്തിന് ഇപ്പോൾ തക്കാളി ഇപ്പോൾ 15 റുപ്യക്കാണ് തക്കാളി, ഓണത്തിന് 30 റുപ്യ എന്തായാലും ആവുമെന്നാണ് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള മാക്സിമം സാധനമൊക്കെ ഒരു 80, 60, 80 അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ പണ്ടത്തെ മാതിരി 1 കിലോ 20 റുപ്യക്ക് ഒക്കെ ആദ്യം ഉണ്ടായിരുന്നു, പാവുന്നില്ല. കർണാടക, തമിഴ്നാട് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ മഴ ലഭ്യത കുറഞ്ഞത് കാർഷിക ഉൽപ്പന്നത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിലേക്കുള്ള പച്ചക്കറികളുടെ വരവ് കുറയാനും കാരണമായി. ഓണം എത്തുന്നതോടെ പച്ചക്കറികൾക്ക് ഇനിയും വില കൂടാനാണ് സാധ്യതയെന്ന് കച്ചവടക്കാരും പറയുന്നു. ഓണക്കാലത്തെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്നും വിപണി ഇടപെടലുകൾ ശക്തമാക്കുന്നുവെന്നും കൃഷിമന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.